ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മോമോവും മോമോ ഫ്രൈ ചെയ്തതുമാണ്. ഇതിനു വേണ്ടി ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ നന്നായി കുഴച്ചെടുക്കാം. ഇത് പാകമായി വന്നിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം അടച്ചു വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമുക്കിത് 2 മിനിറ്റ് നേരം വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും ചേർത്ത് ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ 2 അല്ലി ഗാർലിക് ചതച്ച് ഇട്ട് കൊടുക്കാം. ഒരു വലിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. രണ്ട് കഷ്ണം ചിക്കൻ ബ്രസ്റ്റ് ഞാൻ വളരെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ വേവേണ്ട ആവശ്യമൊന്നുമില്ല. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ബാക്കി ചേരുവ കൂടി ചേർത്ത് ഓഫ് ചെയ്യാവുന്നതാണ്. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയാ സോസും 1/2 ടീസ്പൂൺ വിനീഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ നമുക്കിത് മിക്സ് ചെയ്യാം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. നേരത്തെ കുഴച്ച് വെച്ച മാവ് ഒന്നുകൂടെ കുഴച്ച് ചെറിയ ഉരുളകളാക്കി നമുക്ക് പരത്തിയെടുക്കാം. കുറച്ച് മൈദ വിതറി നമുക്കിത് പരത്തിയെടുക്കാം. ഇനി ഇതൊരു ഗ്ലാസ് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്കിത് 3 സൈസിൽ വേണം. അതുകൊണ്ട് ഞാൻ 3 ഗ്ലാസ് വെച്ചാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറുതായിട്ട്. മൂന്ന് ഇതേപോലെ വെച്ച് മേലെയായി വെച്ച് ഇതിൻ്റെ നടുഭാഗത്ത് നമുക്ക് ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് മടക്കി കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് ഫില്ലിംഗ് വെച്ച ഭാഗം നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ചുരുട്ടി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഒരു മോമോ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം.
ബാക്കിയുള്ളത് കൂടി റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിത് അപ്പച്ചട്ടിയിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. നമുക്കിത് അടച്ചു വെച്ച് കുറച്ചു നേരം വേവാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് മോമോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി പൂരിക്ക് പരത്തുന്ന പോലെ പരത്തി ഇതിനകത്ത് ഫില്ലിംഗ് വെച്ച് നമുക്ക് ഇതുപോലെ പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. ചുറ്റിലും പ്ലേറ്റ് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ കഴുത്തു ഭാഗത്ത് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മൈദ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കിഴി മൈദ ബാറ്ററിൽ മുക്കി കോൺഫ്ലാക്സിൽ കോട്ട് ചെയ്തെടുക്കാം. കോൺഫ്ലാക്സ് ഞാൻ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് നുറുക്കിയെടുത്തതാണ്. ഇതിൽ നന്നായി നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. നമുക്കിത് തിരിച്ചു മറിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഒരു ടിഷ്യൂ വെച്ച പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ മോമോ ഫ്രൈ ചെയ്തതും ആവിയിൽ തയ്യാറാക്കിയതും റെഡി ആയിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത് മോമോ ഫ്രൈ ചെയ്തതാണ്. നിങ്ങൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കൺ കൂടി അമർത്തണേ. ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.